നമസ്കാരം. അഷ്ടോത്തര നാമാവലി എന്ന സീരിയലിൽ ഇന്ന് ശിവ അഷ്ടോത്തര നാമാവലിയാണ്. ഏവർക്കും ഭാഗവത ഭക്തദാസ കുടുംബത്തിലേക്ക് സ്വാഗതം. ശിവൻ്റെ അഷ്ടോത്തരം താഴെ പറയുന്ന പോലെയാണ്. ഭക്തിശ്രദ്ധയോടുകൂടി സശ്രദ്ധം മനസ്സ് വെച്ച് ജപിച്ചാൽ ഈശ്വരൻ പ്രസാദിക്കും എന്നുള്ള മഹത്തുക്കളുടെ വചനത്തെ ഉപോത്ഫലകമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ശ്രദ്ധിക്കാം. ഓം ശിവായ നമഃ, ഓം മഹേശ്വരായ നമഃ, ഓം സംഭവേ നമഃ, ഓം പിനായിനേ നമഃ, ഓം ശശിശേഖരായ നമഃ, ഓം വാമദേവായ നമഃ, ഓം വിരൂപാക്ഷായ നമഃ, ഓം കബർദിനേ നമഃ, ഓം നീലലോഹിതായ നമഃ, ഓം ശങ്കരായ നമഃ, ഓം ശൂലപാണയേ നമഃ, ഓം ഗഡ്വാംഗിനേ നമഃ, ഓം വിഷ്ണുവല്ലഭായ നമഃ. അപ്പോൾ വിഷ്ണുവിൻ്റെ നാമം എങ്ങനെ ശിവൻ്റെയിൽ വന്ന് ചോദിക്കരുത്, രണ്ടും ഒന്നാണ്. ഓം വിഷ്ണുവല്ലഭായ നമഃ, ഓം ശിവവിഷ്ടായ നമഃ, ഓം അംബികാനാഥായ നമഃ, ഓം ശ്രീകണ്ഠായ നമഃ, ഓം ഭക്തവത്സലായ നമഃ. പക്ഷേ കോഡ് ഓഫ് കണ്ടക്ട് നമ്മൾ കൈവിടാൻ പാടില്ല. ഭഗവാൻ എന്ത് ഉദ്ദേശിക്കണോ അതുപോലെ ഇരുന്നാലേ കാര്യം നടക്കുള്ളൂ. ഓം ഭക്തവത്സലായ നമഃ, ഓം ഭവായ നമഃ, ഓം ശർവായ നമഃ, ഓം ത്രിലോകേശായ നമഃ, ഓം ശിതികണ്ഠായ നമഃ, ഓം ശിവപ്രിയായ നമഃ, ഓം ഉഗ്രായ നമഃ, ഓം കബർദിനേ നമഃ, ഓം കാമാരയേ നമഃ. അവിടെ ശ്രദ്ധിക്കണം. കാമാരി എന്ന് പറഞ്ഞാൽ കാമദേവനെ നിഗ്രഹിച്ചവൻ എന്നർത്ഥം പറയും. കാമനകളുടെ ശത്രുവാണ് ഈശ്വരൻ. അതുകൊണ്ടാണ് ഈശ്വരനോടൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞത്. എനിക്ക് കുട്ടി വേണം, എനിക്ക് നല്ല ഭാര്യ വേണം, എനിക്ക് ഗൃഹം വേണം, എനിക്ക് കാറ് വേണം എന്നുള്ളത് ചോദിക്കരുത്. കാരണം കാമാരിയേ നമാണ്, കാമാരയേ നമാണ്. കാമങ്ങളുടെ ശത്രുവാണ് ഭഗവാൻ. ഭഗവാൻ സദാസമയത്തും എന്താ ചെയ്യുന്നത്? തപസ്സനുഷ്ഠിക്കുക ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഈ ഭഗവാന്റെ ശക്തിവിശേഷങ്ങളെ കൊണ്ടാണ് സാത്വിക ഗുണങ്ങൾ ഊർജം ഉണ്ടാക്കുന്നത്. ഊർജം നമ്മുടെ ശരീരത്തിലുള്ള ശക്തിവിശേഷം ഭഗവാന്റെ തപസ്സ. അപ്പോൾ ഓം കാമാരയേ നമഃ, ഓം അന്തകാസുരസൂദനായ നമഃ, ഓം ഗംഗാധരായ നമഃ, ഓം ലലാടാക്ഷായ നമഃ, ഓം കാലകാലായ നമഃ, ഓം കൃപാനിധയേ നമഃ, ഓം ഭീമായ നമഃ, ഓം പരശുഹസ്തായ നമഃ, ഓം മൃഗപാണയേ നമഃ. മൃഗപാണയെ നമ എന്ന് പറഞ്ഞ അർത്ഥം പറഞ്ഞിട്ടില്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കാം. മൃഗപാണയെ, കയ്യിൽ ശിവൻ്റെ 4 കൈയുണ്ടാവും. അതിലൊരു കയ്യിൽ 8 കൈയുള്ളതുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കയ്യിൽ മാനിനെ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവുക. അതിലൊരു മാനിൻ്റെ ചിത്രം ഉണ്ടാവും. എന്താ ആ മൃഗം എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ എല്ലാ മൃഗങ്ങളും വരില്ല, മാനാണ്. മാനിനെ വേദാന്തത്തിൽ മനസ്സായിട്ട് ഉപമിക്കും. മനസ്സ് ഇപ്പം ഞാൻ എൻ്റെ വീട്ടിൽ സ്റ്റുഡിയോ റൂമിലിരുന്നിട്ട് നിങ്ങളോട് സംസാരിക്കണം. പക്ഷേ എൻ്റെ മരിച്ചുപോയ അച്ഛനെ അമ്മയെ ആലോചിക്കാം. എൻ്റെ മകൻ ഡെൻമാർക്കിൽ ജോലി ചെയ്യണു, അവൻ എന്താ ചെയ്യണമെന്ന് ആലോചിക്കാം. എൻ്റെ മകള് ഷാർജയിലാണ്, അവളെപ്പറ്റി ആലോചിക്കാം. ഈ മനസ്സ് ശരീരത്തിനെ ഇവിടെ ഇരുത്തി മനസ്സ് പുറത്തു പോകും. അപ്പോൾ ആ മാനിനെ കയ്യിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എൻ്റെ മനസ്സ് എന്നിലുണ്ടായിരിക്കണം, തെറ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ടാണ് മൃഗപാണയേ നമ. അപ്പോൾ ഒരു ആചാര്യൻ്റെ അവസ്ഥ എന്താ? അറിയാത്തവർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അത് എൻ്റെ ചുമതല. അപ്പോൾ എൻ്റെ ഇത്രയും കാലത്തെ പരിചയം വെച്ച് ഇന്നത്തെ കാലത്ത് മൃഗപാണയെ നമ എന്ന് പറഞ്ഞാൽ അർത്ഥം അറിയുന്ന ആൾക്കാർ മലയാളിയാണെങ്കിലും വളരെ കമ്മിയാവും.
എന്താ ഞാൻ മലയാളി എന്ന് അറിയാണ്ട് ചിലപ്പോൾ പറഞ്ഞു പോകും. ഞാൻ 40 വർഷം ബോംബെയിലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ചില പരിമിതികളുണ്ട്. അപ്പോൾ ഓം മൃഗപാണയേ നമഃ, ഓം ജടാധരായ നമഃ, ഓം കൈലാസവാസിനേ നമഃ, ഓം കവചിനേ നമഃ, ഓം കഠോരായ നമഃ, ഓം ത്രിപുരാന്തകായ നമഃ. ത്രിപുരങ്ങളെ നശിപ്പിച്ചവൻ ത്രിപുരാന്തകൻ. പക്ഷേ നമ്മുടെ സാധാരണ മനുഷ്യന്മാർക്ക് 3 അവസ്ഥകളുണ്ട്. ഏതൊക്കെയാണ്? സ്വപ്നം, സുഷുപ്തി, ജാഗ്രത്. ആ 3ഉം കഴിഞ്ഞാൽ പിന്നെ തുര്യാവസ്ഥ പറഞ്ഞുണ്ട്. അപ്പോൾ ആ തുര്യാവസ്ഥയിൽ മാത്രത്തിലാണ് ഈശ്വര ചൈതന്യം നമ്മൾക്ക് വർദ്ധിക്കുക. അപ്പോൾ ത്രിപുരാന്തകായ നമ എന്ന് പറഞ്ഞാൽ എന്നോ കഴിഞ്ഞ ഒരു കാലത്തിനെ പറ്റിയിട്ടല്ല പറഞ്ഞതെന്ന് മനസ്സിലാക്കണം. ഓം വൃഷാംഗായ നമഃ, ഓം വൃഷഭാരൂഢായ നമഃ. വൃഷഭം എന്ന് പറഞ്ഞാൽ കാള എന്നാണ് അർത്ഥം. എന്താ, അന്നത്തെ കാലത്ത് ജെറ്റൊന്നുമില്ലേ ചോദിക്കരുത്. അന്നത്തെ കാലത്തും ജെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ വൃഷഭം എന്ന് പറഞ്ഞാൽ കാള എന്തിൻ്റെ പ്രതീകമാണെന്ന് അറിയണം. എന്തിൻ്റെ പ്രതീക? ധർമ്മത്തിൻ്റെ പ്രതീകമാണ്. കാളേനെ നമ്മൾ കാള എന്ന് പറയില്ല. ക്ഷേത്രത്തിലെ ശിവക്ഷേത്രങ്ങളിൽ കാളയുടെ രൂപം കൊത്തിവെച്ചിട്ടുണ്ടാവും. അതിന് നന്ദികേശ്വരൻ എന്നാണ് പറഞ്ഞത്. നന്ദികേശ്വരൻ ആസ് ഗുഡ് ആസ് ശിവനാണ്. അപ്പോൾ അതാണ് സന്ധ്യാസമയത്ത് സീരിയലൊന്നും കാണരുത്, നാമം ചെല്ലണം എന്ന് ചില നല്ല സജ്ജനങ്ങൾ പറയും. അപ്പം ആരും കേൾക്കാറ് പൊതുവില്ല, സാരമില്ല. എന്നാലും അങ്ങനെ പറയുന്നവരെ ഞാൻ നമസ്കരിക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ വൃഷഭാരൂഢായ നമ. സന്ധ്യാസമയത്ത് ഭഗവാൻ അമ്മ പരമേശ്വരിയോടുകൂടി ഗുഹനും സുബ്രഹ്മണ്യസ്വാമിയോടും കൂടി കാളപ്പുറത്ത് യാത്ര ചെയ്യണു. അപ്പോൾ അതുകൊണ്ടാണ് വീട്ടുമുറ്റത്ത് വിളക്കൊക്കെ വെച്ച് സന്ധ്യാസമയത്ത് ഒരു നിലവിളക്കൊക്കെ കൊത്തി വയ്ക്കും. ഭഗവാനെ സ്വീകരിക്കാനാണ് എന്നാണ് സങ്കല്പം. അതൊക്കെ ചെയ്താൽ അവരവർക്ക് ശ്രേയസ് ഉണ്ടാവും. അപ്പോൾ വൃഷഭാരൂഢായ നമ. നമ്മുടെ സംസ്കാരം നമ്മളെ പഠിപ്പിക്കണം. എന്താണ്? ഈ കാള എന്നുള്ളത് ധർമ്മത്തിൻ്റെ പ്രതിരൂപമാണെന്ന് മനസ്സിലാക്കുക. ഓം ഭസ്മധൂളിത വിഗ്രഹായ നമഃ. ഭസ്മധൂളി എന്തിനാ ഈ 3 വരി? അതൊന്ന് ശിവൻ എന്നുള്ള ശിവത്വം എന്ന് പറഞ്ഞാൽ മംഗളസ്വരൂപം എന്ന അർത്ഥം പറയാം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ഒരു പിടി ചാരായി തീരുന്നുള്ള മുൻകൂർ ജാമ്യം എടുക്കുന്ന കൂട്ടത്തിലാണ്. ഭസ്മധൂളിത വിഗ്രഹായ. ശരീരത്തിൽ മുഴുവൻ ഭസ്മം വാരി പൂശിയിട്ടുള്ള ആളാണ്. ഓം സാമപ്രിയായ നമഃ. 4 വേദങ്ങളാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അപ്പോൾ സാമപ്രിയായ നമ. ഈ സാമവേദം ആരോഹണ അവരോഹണത്തിലെ സസ്റ്റെയിൻ നോട്ട് പ്രകാരം ഗാനം ചെയ്യണ മാതിരിയാണ്. അപ്പോൾ സാമപ്രിയായ നമ, ഓം സ്വരമയായ നമ, ഓം ത്രയീമൂർത്തയേ നമ, ഓം അനീശ്വരായ നമ, ഓം സർവജ്ഞായ നമ. എല്ലാം ജ്ഞാനവും. പ്രത്യേകിച്ച് ശിവനാണ് ജ്ഞാനേകമൂർത്തി എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ ഉടമസ്ഥനാണ്. അതാണ് ദക്ഷിണാമൂർത്തി സങ്കല്പത്തിൽ ഇത്ര പ്രബലതയായിട്ട്. ശുഗപുരത്ത് ദക്ഷിണാമൂർത്തി പല സ്ഥലത്തും ഉണ്ട്. തിരുമറ്റക്കോടുണ്ട് ദക്ഷിണാമൂർത്തി. അപ്പോൾ ഈ സർവേശ്വര സർവജ്ഞ എന്ന് പറഞ്ഞാൽ സുപ്രീം എന്നർത്ഥമായി. സർവജ്ഞായ നമ, ഓം പരമാത്മനേ നമ. ഈ പരമാത്മനെ എന്നുള്ളതാണ് വേദാന്ത വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. ആത്മാവ് ഒന്നേ ഉള്ളൂ. പരമമായ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഇൻ എ ഹോൾ അൺലിമിറ്റഡ് ശക്തിയുള്ളവൻ അർത്ഥം. നമ്മൾ ലിമിറ്റഡ് ശക്തിയുള്ള ആൾക്കാരാണ്, പരിധിയുണ്ട് നമ്മൾക്ക്. അപ്പോൾ പരമാത്മനേ നമ, ഓം സോമസൂര്യാഗ്നിലോചനായ നമ. ശിവന് 3 കണ്ണുണ്ട്. ഒന്ന് സൂര്യൻ, ഒന്ന് സോമൻ, ഒന്ന് അഗ്നി. ഈ അഗ്നി എന്നുള്ളത് അറിവാണെന്ന് പറയാം. തീയിൽ എന്തും ലയിക്കും. അതേമാതിരി അറിവുള്ളവന് ഈ ലോകത്തിൽ ഒന്നിനും ഭയക്കേണ്ട ആവശ്യമില്ല. അറിവുള്ളവന്. അതാണ് ഓം സോമസൂര്യാഗ്നിലോചനായ നമഃ,
ഓം ഹവിഷേ നമ, ഓം യജ്ഞമയായ നമ, ഓം സോമായ നമ, ഓം പഞ്ചവക്ത്രായ നമ. ശിവന് 3 മുഖമുണ്ടെന്നാണ് പറയാം. ഓം പഞ്ചവക്ത്രായ നമ, ഓം സദാശിവായ നമ എന്ന് പറയുന്ന അർത്ഥം സദാസമയത്തും ഈ ജപിക്കുന്ന ആൾക്ക് മംഗളം ഉണ്ടാവും. അപ്പോൾ നല്ല മൂഡാവും. മൂഡില്ല എന്ന് പറയരുത്, മൂഡ് ഓഫാന്ന് പറയില്ല. സദാശിവ. ഇതെല്ലാം ഇൻഡിവിജ്വലിന് ഉണ്ടാവേണ്ടതാണ്. ഇൻഡിവിജ്വൽ നന്നായാൽ സമൂഹം നന്നായി. ഇത് തെങ്ങിൻ്റെ മുകളിൽ മൈക്ക് വെച്ച് പറയേണ്ടതല്ല, വ്യക്തിവിശേഷമാണ്. വ്യക്തികളുടെ മനസ്സ് ആകാശം പോലെ വലുതാവുക, ഏതും അനുഭവിക്കാനുള്ള ശേഷി ഉണ്ടാവുക. അപ്പോൾ ഓം സദാശിവായ നമ, ഓം വിശ്വേശ്വരായ നമ, വിശ്വത്തിൻ്റെ ഈശ്വരനാണ്. ഓം വീരഭദ്രായ നമ, ഓം ഗണനാഥായ നമ, ഓം പ്രജാപതയേ നമ, ഓം ദുർദർശായ നമ, ഓം ഹിരണ്യരേതസേ നമ എന്നുള്ളത് വിട്ടു തോന്നുന്നു. പ്രജാപതയേ നമ, ഓം ഹിരണ്യരേതസേ നമ, ഓം ദുർദർശായ നമ, ഓം ഗിരീശായ നമ. ഗിരീശായ നമ. ഗിരിജയുടെ ഈശൻ എന്നും പറയും. ഗിരീശൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പർവ്വതം, ഹിമാലയത്തിൻ്റെ മരുമകനാണ്, ഹിമാലയ പർവ്വതത്തിൻ്റെ. അപ്പോൾ അതാണ് ഗിരീശായ നമ. ഗിരിയുടെ ഹിമാലയത്തിൻ്റെ നാഥൻ എന്ന് പറഞ്ഞാൽ കൈലാസവാസി എന്നുള്ള അർത്ഥം പറയാം. ഗിരിജ എന്ന് പറഞ്ഞാൽ പരമേശ്വരി, അങ്ങനെയും പറയാം. ഓം ഗിരിശായ, ഒന്ന് ഗിരീശായ നമ, ഒന്ന് ഗിരിശായ നമ. അപ്പോൾ ഒന്ന് പാർവതി ദേവിയുടെ നാഥൻ എന്നുള്ള നിലയ്ക്ക്, ഒന്ന് പർവ്വതത്തിൻ്റെ മരുമകൻ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ പർവ്വതവാസി എന്നുള്ളത് ഗിരിശായ നമ. ഓം അനഘായ നമ, ഓം ഭുജംഗഭൂഷണായ നമ. ഭുജംഗങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സർപ്പങ്ങൾ എന്നർത്ഥം. അപ്പോൾ സർപ്പങ്ങളെ ആഭൂഷണമായിട്ട് ഉപയോഗിച്ചവൻ. ഓം ഭർഗായ നമ, ഓം ഗിരിധന്വിനേ നമ, ഓം ഗിരിപ്രിയായ നമ, ഓം കൃത്തിവാസസേ നമ, ഓം പുരാരാധയേ നമ, ഓം ഭഗവതേ നമ, ഓം പ്രമദാധിപായ നമ, ഓം മൃത്യുഞ്ജയായ നമ. മൃത്യുവിനെ ജയിച്ചവൻ എന്നർത്ഥം, മൃത്യുഞ്ജയൻ. ഓം സൂക്ഷ്മതനവേ നമ. കാണാൻ പറ്റില്ല. സൂക്ഷ്മതനവേ നമ. കാറ്റിനെ കാണാൻ പറ്റില്ല, കാറ്റിലുള്ള പൊടിപടലങ്ങളെ കാണാം, കാറ്റിനെ കാണാൻ പറ്റില്ല. ജഗദ്വ്യാപിനേ നമ, സർവവ്യാപി, ജഗദ്വ്യാപിനേ നമ, ഓം ജഗദ്ഗുരുവേ നമ. അതാണ് ദക്ഷിണാമൂർത്തി. ജഗദ്ഗുരുവേ നമ, ഓം വ്യോമകേശായ നമ. ആകാശം പോലെ മുടിയുള്ളവൻ എന്ന് പറഞ്ഞ എന്താർത്ഥം? മൊട്ടത്തല എന്നർത്ഥം പറയാം. പക്ഷേ ഇവിടെ ശിവനാരാ? ജടാധരനാണ്. അപ്പോൾ വ്യോമകേശായ നമ. ഈ കാണപ്പെടുന്ന ആകാശം ഭഗവാൻ, അതൊരു ഭാവനാ വൈഭവം വേണം, എന്നാലേ അതൊക്കെ മനസ്സിലാവുള്ളൂ. ഓം മഹാസേന ജനകായ നമ. സുബ്രഹ്മണ്യൻ്റെ അച്ഛൻ എന്നാണ് പദത്തിനർത്ഥം. സുബ്രഹ്മണ്യൻ ആരായിരുന്നു? ദേവന്മാരുടെ സേനാധിപതിയായിരുന്നു. അതാണ് മഹാസേന ജനകായ നമ. മഹാസേനയുടെ അച്ഛൻ ജനകൻ, സുബ്രഹ്മണ്യനെ ജനിപ്പിച്ചവെന്ന് അർത്ഥം പറയണം. മഹാസേന ജനകായ നമ, ഓം ചാരുവിക്രമായ നമ. വളരെയധികം പ്രാഗൽഭ്യം എല്ലാറ്റിലും. ഓം രുദ്രായ നമ, ഓം ബുധപതയേ നമ. എന്താ ബുധപതയേ നമ? ബുധൻ എന്ന് പറഞ്ഞാൽ, ബുധൻ എന്നുള്ള ഗ്രഹം സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെൻറ്റ്, സ്പിരിച്വലായിട്ട് മേൽപോട്ട് ഉയരാനുള്ള സാധ്യത ബുധദശയിലാണ് തെളിയുക. അപ്പോൾ ബുധപതയേ നമ. എല്ലാവിധ വിദ്യയുടെയും കാരകത്വം വഹിക്കുന്നത് ഭഗവാനാണ്, ദക്ഷിണാമൂർത്തി. ഓം സ്ഥാണുവേ നമ. സ്ഥാണു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റി, മരക്കുറ്റി എന്നൊക്കെ അർത്ഥമുണ്ട്. കുറ്റി, തൂണ് എന്നർത്ഥം. സ്ഥാണു, തൂണ്. തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ടെന്ന് പറയില്ലേ, അതൊക്കെ തന്നെ. ഓം അഹിർബുദ്ധ്യായ നമ, ഓം ദിഗംബരായ നമ, ഓം അഷ്ടമൂർത്തയേ നമ, ഓം അനേകാത്മനേ നമ, ഓം സാത്വികായ നമ. നോക്കൂ, നമ്മളെന്താ പഠിച്ചിട്ടുള്ളത്?
തമോ ഗുണപ്രധാനിയാണ് ഭഗവാൻ. പക്ഷെ അദ്ദേഹത്തിന് ഇവിടെ എന്താ പേരിട്ടുള്ളത്? സാത്വികായ നമ. ഓം ശുദ്ധ വിഗ്രഹായ നമ. ശുദ്ധ വിഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? വിഗ്രഹം എന്ന് പറഞ്ഞാൽ ശരീരം നടത്തുന്നുണ്ട്. അപ്പോൾ ശുദ്ധ വിഗ്രഹായ നമ. ഓം ശാശ്വതായ നമ. ശാശ്വതം എന്ന് പറഞ്ഞാൽ നെവർ ലോസിങ്, അതായത് പിന്നെ എല്ലാ സമയത്തും ഉള്ളതെന്നർത്ഥം. ശാശ്വതായ നമ. ഓം ഗണ്ഡപരശവേ നമ. ഓം അജായ നമ. അപ്പം മഹാവിഷ്ണുവിനെ പറഞ്ഞത് ജനിക്കാത്ത ആൾ തന്നെയാണ് പറഞ്ഞത്. ഓം പാപവിമോചനായ നമ. എല്ലാവിധ പാപങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നവൻ. ഓം മൃഢായ നമ. ഓം പശുപതയേ നമ. ആ വാക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പശുപതയേ നമ എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്തവരെ പശുക്കൾ എന്ന് പറയും. ആ ഒന്നും അറിയാത്തവരുടെ നാഥനാണ് ഭഗവാൻ, അറിവ് കൊടുക്കുന്ന ആളാണ്. പശുപതയേ നമ. ഓം ദേവായ നമ. ഓം മഹാദേവായ നമ. ഓം അവ്യയായ നമ. അതായത് കോരിയാലും അത്രയ്ക്ക് ഉണ്ടാവും. അതാണ് അവ്യം, നാശമില്ലാത്തതെന്നർത്ഥം. ഓം പൂഷദന്തിഭിതേ നമ. ഓം അവ്യഗ്രായ നമ. ഓം ഭഗനേത്രഭിതേ നമ. ഓം ദക്ഷാദ്വരഹരായ നമ. ദക്ഷൻ്റെ യാഗത്തെ നശിപ്പിച്ചവൻ. ദക്ഷ അദ്വരഹരായ. അദ്വരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യജ്ഞം യാഗം എന്നൊക്കെ അർത്ഥം പറയും. അപ്പോൾ ദക്ഷാദ്വരഹരായ നമ. ഓം ഹരായ നമ. ഓം അവ്യക്തായ നമ. വ്യക്തമല്ലാത്തത്. അവ്യക്തായ നമ. ഓം സഹസ്രാക്ഷായ നമ. ആയിരം കണ്ണുകളുള്ളവൻ എന്ന് പറഞ്ഞാൽ 999 കഴിഞ്ഞിട്ടുള്ള അനേകം എന്നർത്ഥം. സഹസ്രാക്ഷായ നമ. ഓം സഹസ്രപദേ നമ. കാലുകളും അതേമാതിരി തന്നെയാണ്. ഓം അപവർഗപ്രദായ നമ. ഓം അനന്തായ നമ. ഓം താരകായ നമ. ഓം പരമേശ്വരായ നമ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ അങ്ങനെയാണ് ഈ ശിവൻ്റെ അഷ്ടോത്തര നാമാവലി. സൗകര്യം കിട്ടുമ്പോൾ തിങ്കളാഴ്ച ദിവസത്തിൽ, എന്താ ഞാനങ്ങനെ പറയാൻ കാരണം, ഈ 7 ദിവസത്തിൽ ഒരു ദിവസം എല്ലാവർക്കും അറിയാം ശിവന് മംഗളം. ശിവക്ഷേത്രങ്ങളിൽ ഇതൊക്കെ ബിഗിനേഴ്സിനുള്ളതാണ്, വേദാന്തിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ. വേദാന്തിസ്റ്റുകൾക്ക് ഇതൊന്നും പ്രശ്നമല്ല. ആത്മാനന്ദം, പരമാനന്ദം, മനസ്സിലായില്ലേ? അപ്പോൾ പല ടേസ്റ്റുള്ള ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ശിവസഹസ്രനാമം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഏവർക്കും എല്ലാവിധ ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.